മകയിരം നാളുകാർ സൗന്ദര്യവും ശരീരപുഷ്ടിയുള്ളവരുമായിരിക്കും. സ്ഥിരമായ ഒരു കാര്യവും ഇവരുടെ കർമ്മപരിധിയിൽ പെട്ടുവരാറില്ല. ബാല്യകാലം പ്രായേണ രോഗപീഠകളോട് കൂടിയതായിരിക്കും. സംശയചിത്തന്മാരായിരിക്കും ഇവരിൽ അധികം പേരും. അതുകൊണ്ട് ഏതു കാര്യത്തിലും ഈ മനോഭാവം ഇവർക്കുണ്ടായിരിക്കും. അന്യരുമായുള്ള ഇടപാടുകളിൽ സൗഹൃദവും ഇവരിൽ എല്ലാത്തിലും കാണും. ഇവർ അസാമാന്യമായ ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. അതുകൊണ്ട് ഇവരോട് ഇടപെടുക എന്നത് ആർക്കും ഹൃദ്യവും സന്തോഷകരവുമായിരിക്കേയുള്ളൂ. മകയിരക്കാർ കൂട്ടുകെട്ടിലും കുടുംബ ബിസിനസ്സുകളിലും മറ്റൊരാളിൽ വിശ്വാസം അർപ്പിക്കേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കേണ്ടതാകുന്നു. വിശ്വസിച്ചു ചെയ്യുന്ന പല സംഗതികളിലും ഇവർ പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ടി വരും. എന്നാൽ വിശ്വാസലംഘനം ചെയ്യുന്നവരോട് നയപൂർവ്വം പെരുമാറി കാര്യം കാണാനുള്ള നയചാതുര്യം ഇവരിൽ ഉണ്ടായിരിക്കും. ഇവർ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നവരല്ല. ലളിതവും ആദർശപരവുമായ ജീവിതമാണ് ഇവരിൽ അധികം പേരും ആഗ്രഹിക്കുന്നത്. നിഷ്പക്ഷവും നിസ്വാർത്ഥവുമായ അഭിപ്രായങ്ങളെ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ. മിതമായി ചെലവ് ചെയ്യണമെന്നുള്ള ആദർശം ആരോടും ഉപദേശിക്കും. പക്ഷേ ഇവർ അമിത വ്യയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോവിധ ബാധ്യതകളുമായി ജീവിതത്തിൽ സമരം ചെയ്യുന്നവരായി കഴിയുകയും ചെയ്യും. മിക്കവാറും ഇവർ വരവിൽ കവിഞ്ഞ ചിലവുകാരായിട്ടാണ് കാണുന്നത്. പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും അവയെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഉണ്ടായിരിക്കുക. ഇവരിൽ ഒരു പ്രത്യേകതയുള്ളത് ആരെയും ഇവർ വിശ്വസിക്കുകയില്ലെന്നുള്ളതാണ്. വളരെ വിശ്വാസികളും ധൈര്യശാലികളുമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പരമാർത്ഥത്തിൽ ഇവർ ആരെയും വിശ്വസിക്കാത്തവരും ഭീരുക്കളുമായിരിക്കും. സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് 32 വയസ്സ് മേലായിരിക്കും. അതുവരെയുള്ള ജീവിതത്തിൽ പല പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. പൊതുവെ സമാധാനക്കുറവുള്ളവരും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരുമായിരിക്കും ഈ നാളുകാർ. സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് യാതൊരു ഗുണവും സിദ്ധിച്ചെന്ന് വരുന്നതല്ല. പ്രത്യുത സഹോദര വൈരമുണ്ടാകുമെന്ന് മാത്രമല്ല, ചിലരിൽ അത് ജീവിതസ്പർശിയായ ഉപദ്രവമായും കണ്ടുവരുന്നു. ആരോഗ്യവും അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും നിഷ്കളങ്കതയും ഇവരെ പരിപാലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടുക നിമിത്തം പശ്ചാത്താപത്തിനും കഷ്ടനഷ്ടങ്ങൾക്കും ഈ നാളുകാർക്ക് പലപ്പോഴും ഇടയാകാറുണ്ട്. 33-50 വയസ്സുകൾക്കിടയിൽ ഇവർക്ക് നനച്ചിരിക്കാതെയുള്ള പല നന്മകളും ശാശ്വതമായ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അസാൻമാർഗിക വഴികളിൽ അകപ്പെടുകയും തന്മൂലം അധപ്പതിക്കുകയും ചെയ്തെന്ന് വരുന്നതാണ്. കൂട്ടുകെട്ടുകളുടെ നന്മതിന്മയ്ക്ക് അനുസരണമായി ഇവരുടെ ജീവിത പന്ഥാവും തുടർന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. പക്ഷേ ഒരു കാര്യത്തിൽ ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ്. എത്ര വലിയ കൂട്ടുകെട്ടുകളും വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറുവാൻ ഇവർക്ക് കഴിയും. ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് ആരോഗ്യഹീനത സാധാരണ കണ്ടുവരാറുണ്ട്. ഭാര്യയുമായി കൂടെ ഉണ്ടാകാവുന്ന ആദർശ ഭിന്നതയും തന്നിമിത്തം ദാമ്പത്യ ജീവിതത്തിൽ ചെറുതെങ്കിലും കൂടെ അസ്വൈര്യതകളും ഉണ്ടായിരിക്കും. ഇവരുടെ ഭാര്യമാർക്ക് ആരോഗ്യക്കുറവുണ്ടായിരിക്കുമെങ്കിലും അധികം ആളുകൾക്കും ഭാര്യയിൽ നിന്നുള്ള ഐശ്വര്യാനുഭവങ്ങൾക്ക് തികച്ചും ഭാഗ്യമുണ്ട്. മകയിരം നാളുകാർ ഈശ്വരവിശ്വാസികളായിരിക്കും. അടിയുറച്ച ആത്മവിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും. ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അധിഷ്ഠിതമായി ഇവർ തങ്ങളുടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. പിതാവിൽ നിന്ന് പറയത്തക്ക കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാനില്ലെങ്കിലും മാതാവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇവരുടെ അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരും. വലുതും ചെറുതുമായ ബിസിനസ്സുകളിൽ ഒന്നിലും ഇവർക്ക് വലിയ മേന്മ കിട്ടുന്നില്ല. എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകളിലാണ് ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നത്. വലിയ മുതൽമുടക്ക് കൂടാതെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നവ. ഔദ്യോഗിക രംഗങ്ങളിലായിരുന്നാൽ അവിടെയും ഇവർ വളരെയധികം ശോഭിക്കുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും രൂപഗുണമുള്ളവരുമായിരിക്കും. എപ്പോഴും കുറെ ദ്രവ്യം കരസ്ഥമാക്കിയിരിക്കണമെന്നുള്ള വിചാരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായി പറയാറുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും സ്വഭാവത്തോടൊപ്പം ഇവർ സൗമ്യകളായിരിക്കും. ശരീരശുദ്ധിയിൽ എന്ന പോലെ ശുചീകരണ വിഷയത്തിലും ഇവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. എന്നാൽ ഇവർക്ക് മനഃശാന്തി കുറവായിരിക്കുമെന്നുള്ളതിനാൽ നിസ്സാരമായ ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി ഇളകി വശയാകുന്ന സ്വഭാവമായിരിക്കും. മകയിരം നാളുകാരികളായ സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത്. കൃഷി, കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും വിവാഹം, യാത്ര, ഗൃഹനിർമ്മാണം, ക്ഷേത്രനിർമ്മാണം ഇവയ്ക്കും ഈ നാൾ നല്ലതാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് പ്രാരംഭം. ജനനം ചൊവ്വാദശയിൽ എന്ന് സാരം. തുടർന്ന് രാഹുവിന് 18, വ്യാഴം 16, ശനിക്ക് 19, ബുധന് 17, കേതുവിന് 7 ക്രമത്തിൽ ദശാകാലങ്ങൾ തുടർന്ന് നടക്കുന്നു.
പ്രതികൂല നക്ഷത്രങ്ങൾ: പുണർദം, ആയില്യം, പൂരം, മകയിരം, ഇടവക്കൂറിന് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയും മകയിരം, മിഥുനക്കൂറിന് ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവൻ ചൊവ്വാദശയിലും 3-ാമത്തെ വയസ്സിലും ജലത്താലും 8-ൽ ചിലന്തിയാലും അഥവാ നാൽക്കാലിയാലും 12-ാമത്തെ വയസ്സിൽ ശ്വാസവികാരത്താലും 16-ാമത്തെ വയസ്സിൽ ആയുധത്താലും 21-ൽ വയറ്റുനോവാലും 24-ൽ മരത്താലും 33-ൽ കൈവിഷത്താലും 37-ൽ തൻ്റെ ഭാര്യ നിമിത്തമായും അരിഷ്ടിത. ഈ സന്ധികൾ കടന്നാൽ 85-ാമത്തെ വയസ്സിൽ അപരപക്ഷവും ഞായറാഴ്ചയും ഏകാദശിയും ചിത്തിര നക്ഷത്രവും കൂടിയ ദിവസം ആപത്തു സംഭവിക്കാം. ഇവർ വ്യാഴദശ, ബുധദശ, ശുക്രദശ എന്നിവയിൽ വിധിപ്രകാരം ഗൃഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. മകയിരക്കാർ കുജനെയും കുജന്റെ ദേവതകളെയും ഭജിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകൾ, മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രങ്ങൾ എന്നിവയിൽ കുജമന്ത്രം, സ്തോത്രജപം, സുബ്രഹ്മണ്യം ഭജനം, കുജൻ ജാതകത്തിൽ യുഗ്മരാശിയിലെങ്കിൽ എന്നിവ നടത്താവുന്നതാണ്. ചൊവ്വാഴ്ചയും മകയിരവും ചേർന്നു വരുന്ന ദിവസം വ്രതം, മറ്റു ദോഷപരിഹാര അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. ഈ ദിവസം അങ്കാരക പൂജ നടത്തുന്നതും നന്നായിരിക്കും. ചുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. മകയിരം ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നതും നന്നായിരിക്കും.